morning. അപ്പോൾ നമ്മൾ ഇന്ന് റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കിൽ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഒന്ന് റേ ഒപ്റ്റിക്സ്, ഒന്ന് വേവ് ഒപ്റ്റിക്സ്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ, ഒപ്റ്റിക്സ് ജനറലി എന്താണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ലൈറ്റ്, അല്ലെ? ഒപ്റ്റിക്സ് എന്നുള്ള വാക്ക് തന്നെ ലൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന വാക്കാണ്. അപ്പോൾ സംതിങ് സ്റ്റഡി ഓഫ് ലൈറ്റിനൊക്കെയാണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്, ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ആ സ്റ്റഡി തന്നെ, അപ്പൊ ലൈറ്റിനെ പറ്റിയിട്ടുള്ള പഠിത്തം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന്, ലൈറ്റ് ആസ് എ റേ, നമുക്ക് ലൈറ്റിനെ കൺസിഡർ ചെയ്യാം. ദെൻ ലൈറ്റ് ആസ് എ വേവ് എന്നുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് കൺസിഡറേഷൻ ആണ്. സോ ആ രണ്ട് രീതിയിലുള്ള സ്റ്റഡീസ് ആണ് നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കുന്നത്. ലൈറ്റ് ആസ് എ റേ എന്നുള്ളത് റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. ലൈറ്റ് ആസ് എ വേവ് എന്നുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സിൽ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അപ്പൊ അതിൽ മെയിൻലി റേ ഒപ്റ്റിക്സിൽ സാധാരണ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുന്നതാണ് റേ ഒപ്റ്റിക്സ്. ശരിക്കും 10th റേ ഒപ്റ്റിക്സിന്റെ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ളൊരു ചാപ്റ്റർ തന്നെ നിങ്ങൾ 10th ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ശരിക്കും ഈ ക്ലാസ് 12 റേ ഒപ്റ്റിക്സിൽ വരുന്നത്. സോ ബേസിക്കലി റേ ഒപ്റ്റിക്സ് നമുക്ക് അറിയാം, അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ലൈറ്റ് ഒരു റേ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് മെയിൻ ഫിനോമിനാസ് ആണ് റേ ഒപ്റ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും വേറെ ഒരെണ്ണം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും. ഈ രണ്ട് ഫിനോമിനാസ് ആണ് നമ്മൾ മെയിൻലി റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുക, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. ഈ രണ്ട് ഫിനോമിനയുടെയും ബേസിക്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. സോ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് സ്റ്റഡിയാണ് നമ്മൾ 12th പഠിക്കുന്നത്. ഫൈൻ. സോ അതിൽ ആദ്യം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ആ ഒരു ഫിനോമിനയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെ? ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള സർഫസ്, അങ്ങനെയുള്ള സർഫസിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് ആ സർഫസിൽ നിന്ന് എന്ത് ചെയ്യും, തിരിച്ചു വരും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ റിഫ്ലക്ഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ റിഫ്ലക്റ്റഡ് ആവുന്ന സർഫസുകളെയാണ് നമ്മൾ മിറേഴ്സ് എന്ന് വിളിക്കുക, അല്ലെ? റിഫ്ലക്ഷൻ നടക്കുന്ന സർഫസുകളെയാണ് നമ്മൾ കണ്ണാടികൾ അല്ലെങ്കിൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ മിറർ എന്ന് പറഞ്ഞാൽ അതിൽ എന്താണോ അതിന്റെ മുൻപിലുള്ള ഒബ്ജക്ട് അല്ലെങ്കിൽ എന്താണോ ആ മിററിന് മുൻപിൽ നമ്മൾ വെക്കുന്ന വസ്തു, അതിന്റെ ഒരു ഇമേജ്, അതിന്റെ ഒരു അതേ രൂപം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിഫ്ലക്ട് ചെയ്ത സർഫസിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള സർഫസുകളെയാണ് നമ്മൾ മിറേഴ്സ് അല്ലെങ്കിൽ ഗുഡ് റിഫ്ലക്റ്റിംഗ് സർഫസസ് എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്ക് റിഫ്ലക്ഷൻ, അതിന്റെ ഡിഫറെന്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ദെൻ ആ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ് മിറേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ മിറേഴ്സിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ആദ്യം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻ. സോ ആദ്യം റിഫ്ലക്ഷന്റെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അതൊന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു. ഒരു സർഫസിൽ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് അത് ആ സർഫസിൽ നിന്ന് തന്നെ തിരിച്ച് പോകുന്നതിനെയാണ്, എവിടെ നിന്നാണോ ആ ലൈറ്റ് വരുന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ ആ ലൈറ്റ് തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ റിഫ്ലക്ഷന് സാധാരണ രണ്ട് ലോസ് ആണ് നമ്മൾ പറയുക, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്നതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. സോ ഞാൻ ജസ്റ്റ് അതൊന്ന് റീകോൾ ചെയ്യാം. ആദ്യത്തെ ലോ എന്തായിരുന്നു? സാധാരണ റിഫ്ലക്ഷൻ നമ്മൾ അതിനെ വരച്ച് കാണിക്കുമ്പോൾ റിഫ്ലക്റ്റഡ് സർഫസുകളുടെ നമ്മളിങ്ങനെ സ്ലാൻഡഡ് ലൈൻസ് ആയിട്ട് കാണിക്കും. ഇതിന്റെ അർത്ഥം ഇതിന്റെ റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് അതേ, ഇതിന് മുകളിലുള്ള സർഫസ് റിഫ്ലക്ട് ചെയ്യും. ഈ പറയുന്ന സ്ലാറ്റ് ലൈൻസ് കാണിച്ചിട്ടുള്ള സർഫസ് റിഫ്ലക്റ്റിംഗ് അല്ല, നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെന്നാണ് അതിന്റെ മീനിങ്. സോ ഇനി നമുക്കൊരു ലൈറ്റ് റേ ഒപ്റ്റിക്സിന്റെ പ്രത്യേകത തന്നെ ലൈറ്റിനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നു. ആ സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റേസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ലൈറ്റ് റേ വന്ന് വീഴുകയാണ് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ്. ഈ വന്ന് വീഴുന്ന ലൈറ്റ് റേനെ നമ്മൾ വിളിക്കുക ഇൻസിഡന്റ് റേ എന്നാണ്. ഇൻസിഡന്റ് റേ ഒരു സർഫസിൽ വന്ന് വീഴുമ്പോൾ ഇറ്റ് വിൽ റിഫ്ലക്ട്. അപ്പൊ ഈ പോയിന്റ് വന്ന് വീഴുന്ന പോയിന്റിൽ നമ്മൾ ഈ സർഫസിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ആ പെർപെൻഡിക്കുലറിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ടു ദ സർഫസ്. ഏത് പോയിന്റിലാണോ ആ ലൈറ്റ് റേ വന്ന് വീഴുന്നത് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ വന്ന് വീഴുന്ന പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോർമൽ എന്ന് വിളിക്കുന്നത്. നൗ ഈ ഒരു ആംഗിൾ, അത് ഈ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ ഐ എന്ന് വിളിക്കും. ഐ ഇസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് തിരിച്ച്
അതേ എവിടെ നിന്നാണോ വരുന്നത് അതേ മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ അതേ ഭാഗത്തേക്ക് തന്നെ അത് തിരിച്ചു പോകും. ഈ ഒരു ആംഗിൾ അത് തിരിച്ചു പോകുന്ന റേനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കും. ആ റിഫ്ലക്റ്റഡ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് നോട്ട് ചെയ്യും. ആർ ഇസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്ന ആദ്യത്തെ ലോ പറയുന്നത് ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഒരു സർഫസിൽ നിന്ന് റിഫ്ലക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ഇൻസിഡൻസ് ആംഗിളും റിഫ്ലക്ഷൻ ആംഗിളും രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. I is equal to R. ഇതാണ് നമുക്ക് എല്ലാ ഈ പറയുന്ന റിഫ്ലക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും അല്ലെങ്കിൽ എല്ലാ ഫിനോമിനലും നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുക. കാരണം റിഫ്ലക്ഷന് വേറൊരു ഇതാണ് അതിന്റെ മെയിൻ ലോ അല്ലെങ്കിൽ അതിന്റെ ഗവേണിംഗ് ലോ എന്ന് പറയുന്നത് ഇതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്. രണ്ടാമത്തെ ലോ പറയുന്ന ഈ മൂന്ന് ലൈൻസും, അതായത് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ. ഇപ്പൊ നമ്മൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഒരു ബോർഡിന്റെ പ്ലെയിനിലാണ് അല്ലെ. അപ്പൊ ആ ബോർഡിന്റെ പ്ലെയിനിൽ എനിക്ക് മൂന്ന് റേനെയും കാണിക്കണമെങ്കിൽ they must lie on that same plane. So incident ray, reflected ray and the normal lies on the same plane എന്നുള്ളതാണ് രണ്ടാമത്തെ ലോ ഓഫ് റിഫ്ലക്ഷൻ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതിനെ വരച്ച് പഠിക്കാനുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് മൂന്നും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബോർഡിലോ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ശരിക്കും അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ബേസിക് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ഇതിന്റെ ബേസിലാണ് നമ്മൾ ഈ പറയുന്ന മിറേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ മിറേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ ഈ ഒരൊറ്റ ബേസിക് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ്. ക്ലിയർ ആകും. ഇനി നമുക്ക് അടുത്ത മിറേഴ്സ് എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ റിഫ്ലക്ഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ നന്നായി റിഫ്ലക്ട് ചെയ്യുന്ന സർഫസുകളെയാണ് നമ്മൾ പൊതുവെ മിറേഴ്സ് എന്ന് വിളിക്കുക. ഇനി നമ്മുടെ ഡെയിലി യൂസിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന മിറേഴ്സ് പ്ലെയിൻ മിറേഴ്സ് ആണ് അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെയുള്ള കണ്ണാടികൾ പ്ലെയിൻ മിറർ ആണ്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ അതിലൊരു കർവേച്ചർ ഇല്ല അല്ലെങ്കിൽ അതൊരു ഫ്ലാറ്റ് സർഫസ് ആണ്. പ്ലെയിൻ മിറേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അധികം നമ്മുടെ പഠിത്തത്തിൽ നമുക്ക് പ്ലെയിൻ മിറേഴ്സിനെ പറ്റി അധികം പഠിക്കാനില്ല. നമുക്ക് അധികം സ്പെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ കേർവ്ഡ് മിറേഴ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. കേർവ്ഡ് മിറേഴ്സ് അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സ് രണ്ട് തരത്തിലാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോൺകേവ് ആൻഡ് കോൺവെക്സ് അല്ലെ. കോൺകേവ് മിറേഴ്സ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്. ആ രണ്ട് മിറേഴ്സിനെ പറ്റിയും അതിന്റെ പ്രോബ്ലംസും ഇക്വേഷൻസും ഒക്കെയാണ് നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത്. അപ്പൊ പ്ലെയിൻ മിറേഴ്സ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റി അധികം നമ്മൾ പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം അതിൽ നിന്ന് നമുക്ക് അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഓക്കെ. ഇനി ആ മിറേഴ്സിന്റെ കേസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരു ടോപ്പിക് റിയൽ ആൻഡ് വെർച്വൽ ഇമേജസ് എന്നുള്ള ടോപ്പിക് പറയുന്നു. നമുക്കറിയാം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ മിററിന്റെ മുൻപിൽ ഇരിക്കുന്ന വസ്തുവാണ്. അതിനെ നമ്മൾ മിററിൽ കാണുന്ന ആ ഒരു ഫീലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമേജ് എന്ന് വിളിക്കുന്നത് അല്ലെ. ആ ഇമേജ് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ വരാം. റിയൽ ഇമേജും വരാം, വെർച്വൽ ഇമേജും വരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റിയൽ ആൻഡ് വെർച്വൽ ഇമേജ് അല്ലെ. അതിന്റെ ഡെഫിനേഷൻ വരുന്നത് എന്താണ്? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ക്യാച്ച് ദാറ്റ് ഇമേജ് ഓൺ എ സെപ്പറേറ്റ് സ്ക്രീൻ, അല്ലെങ്കിൽ വേറൊരു സ്ക്രീനിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഇമേജുകളെയാണ് എന്ത് വിളിക്കുന്നത്, റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ക്രീനിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് ഇതിനെ തൊടാൻ പറ്റില്ല. അതാണ് ആ വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ക്രീനിലേക്ക് നമുക്ക് പ്രൊജക്ട് ചെയ്യാം. സോ അതിന്റെ അർത്ഥം ഒരു മിറർ ഉണ്ടെങ്കിൽ റിയൽ ഇമേജ് എപ്പോഴും ഫോം ചെയ്യുന്നത് മിററിന്റെ ഫ്രണ്ടിലായിരിക്കും. മിററിന്റെ ഫ്രണ്ടിലായിരിക്കും, മിററിന് പുറത്തായിരിക്കും. ആ മിററിന് പുറത്ത് ഫോം ചെയ്താലാണല്ലോ നമുക്ക് അതിനെ വേറൊരു സ്ക്രീനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്രൊജക്ട് ചെയ്യാൻ പറ്റുക. ബട്ട് സാധാരണ പ്ലെയിൻ മിറർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ മിററിന്റെ പിന്നിലാണ് അല്ലെ. നമുക്ക് ആ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു സർഫസിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ക്രീനിലേക്ക് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇമേജസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെർച്വൽ ഇമേജ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിരിക്കും ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ മിററിൽ നിന്ന് പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ദ മിറർ ആയിരിക്കും. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ മിററിന്റെ അകത്തായിരിക്കും, അല്ലെങ്കിൽ ബിഹൈൻഡ് ദാറ്റ് മിറർ എന്നാണ് നമ്മൾ പറയുക. സോ അതാണ് രണ്ട് ഇമേജിന്റെയും പ്രത്യേകത, റിയൽ ആൻഡ് വെർച്വൽ ഇമേജസ്. ഇനി നോർമലി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിയൽ ആയിട്ട് ഫോം ചെയ്യുന്ന ഇമേജസ്, റിയൽ ഇമേജസ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. എന്താണ് ഇൻവേർട്ടഡ് എന്ന് പറയുന്നത്? നമുക്കൊരു ഒബ്ജക്റ്റ്, നമ്മളിപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് വിചാരിക്കാം.
ഒബ്ജക്റ്റ് എന്നുള്ളത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് വിചാരിക്കാം. റിയൽ ആയിട്ട് വരുന്ന ഇമേജസ് എപ്പോഴും തലതിരിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും. ഇതാണ് റിയൽ ഇമേജസിന്റെ പ്രത്യേകത. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ്. നമ്മൾ പഠിക്കാൻ പോകുന്ന സ്പെറിക്കൽ മിറേഴ്സ് ആണ് കൂടുതലും. അപ്പൊ അതിലുള്ള ആ ഒരു സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. സ്പെറിക്കൽ മിറേഴ്സിൽ എപ്പോഴും റിയൽ ഇമേജ് എന്ന് പറയുകയാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? തല തിരിഞ്ഞിട്ടായിരിക്കും. ദെൻ വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജും എങ്ങനെ തന്നെയായിരിക്കും? നേരെ അതേപോലെ തന്നെയായിരിക്കും. ഇതാണ് നമ്മുടെ റിയൽ ഇമേജിന്റെയും വെർച്വൽ ഇമേജിന്റെയും പ്രത്യേകത. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഞാനിത് ജസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. കാരണം നമുക്ക് ഇനി ഓരോ ടൈപ്പ് ഓഫ് മിററിന്റെയും പല ടൈപ്പ് ഓഫ് ഇമേജസ് പഠിക്കുമ്പോൾ റിയൽ, ഇൻവേർട്ടഡ്, അതുപോലെ തന്നെ വെർച്വൽ, ഇറക്റ്റ് തുടങ്ങിയ ടേംസ് ഒക്കെ വരും. അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് മുൻകൂട്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിയൽ ഇമേജസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഇനി ഇമേജിനെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയും, അതിന്റെ സൈസ്. ഇമേജിന്റെ സൈസ് എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ കൂടുതലാണോ കുറവാണോ അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഇമേജിന്റെ സൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ മാഗ്നിഫൈഡ് ഇമേജ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് എന്ന് പറയും. ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ വലിയതാണ് ഇമേജ് എങ്കിൽ, സൈസ് കൂടുതലാണെങ്കിൽ അത് നമ്മൾ മാഗ്നിഫൈഡ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് എന്ന് പറയും. ഇനി സൈസ് കുറവാണെങ്കിൽ നമ്മൾ അതിനെ ഡിമിനിഷ്ഡ് ഇമേജ് എന്ന് പറയും. അപ്പൊ ആ വാക്കുകളും ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴും എൻലാർജ്ഡ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ഇമേജ് ഇസ് മോർ ദാൻ സൈസ് ഓഫ് ഒബ്ജക്ട്. അതാണ് നമ്മുടെ എൻലാർജ്ഡ് എന്നുള്ള കേസ്, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ഇമേജ് എന്നുള്ള കേസ്. ഇനി സൈസ് ഓഫ് ഇമേജ് കുറവാണെങ്കിൽ നമ്മൾ അതിൽ എന്ത് വിളിക്കും? ഡിമിനിഷ്ഡ് ഇമേജ് എന്ന് വിളിക്കും. സോ ഈ വാക്കുകളും നമുക്ക് ക്വസ്റ്റ്യൻസിലായാലും പഠിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ആവശ്യം വരുന്നതാണ്. എൻലാർജ് ഓർ മാഗ്നിഫൈഡ് ഇമേജ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. ക്ലിയർ ആയോ? അപ്പൊ ഇമേജ് എന്നുള്ള ആ ഒരു എൻറ്റൈറ്റിക്ക് മെയിൻലി വരുന്ന അതിന്റെ നേച്ചർ ഓഫ് ഇമേജ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഇമേജിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഇമേജിന്റെ ഒരു പ്രകൃതം എന്താണെന്ന്, ആ ഒരു പ്രകൃതത്തിന് നമ്മൾ പറയുന്നതാണ് എന്ത്? റിയൽ, ഇൻവേർട്ടഡ്, അതുപോലെ എൻലാർജ്ഡ്, ഡിമിനിഷ്ഡ് തുടങ്ങിയ വാക്കുകളൊക്കെ. മനസ്സിലായോ? അപ്പൊ റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആണോ, ഇറക്റ്റ് ആണോ, വെർച്വൽ ഇമേജ്, അതുപോലെ തന്നെ എൻലാർജ്ഡ്, മാഗ്നിഫൈഡ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ്, ഈ വാക്കുകളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അടുത്തൊരു ഇതിലേക്ക് പോകുന്നതിന് മുൻപ്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, നമുക്കിനി ആ സ്പെറിക്കൽ മിറേഴ്സ്, രണ്ട് തരം സ്പെറിക്കൽ മിറേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. കോൺകേവ് മിററും കോൺവെക്സ് മിററും. ആ മിററുകളുടെ പ്രത്യേകതകളും അതിന്റെ ഡിഫറെന്റ് ടേംസിലേക്ക് ഒക്കെ പോകാം. ഓക്കെ, ഫൈൻ. സോ ആദ്യം കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ എങ്ങനെയാണ് നമ്മൾ വരച്ച് കാണിക്കുക? സാധാരണ സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കർവ്ഡ് ആയിരിക്കും. മിറർ വിച്ച് ഇസ് ഫോംഡ് ഫ്രം എ സ്പിയർ. ഒരു സ്പിയറിന്റെ ഒരു ഭാഗത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി കോൺകേവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻസൈഡ് സർഫസ് ആയിരിക്കും റിഫ്ലക്റ്റിംഗ് ആയിട്ട് വരിക. അതിന്റെ ഔട്ട്സൈഡ് സർഫസ് അല്ലെങ്കിൽ ബൾജ്ഡ് ആയിട്ടുള്ള സർഫസ് എങ്ങനെയായിരിക്കും? നോൺ റിഫ്ലക്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ വരയ്ക്കുന്നത്. റിഫ്ലക്റ്റിംഗ് സർഫസിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണിക്കില്ല. നോൺ റിഫ്ലക്റ്റിംഗ് സർഫസിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്ലാറ്റ് ലൈൻസ് കാണിക്കുന്നത്. അപ്പൊ കോൺകേവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻസൈഡ് സർഫസ് വിൽ ബി റിഫ്ലക്റ്റിംഗ് ആൻഡ് ഔട്ട്സൈഡ് സർഫസ് വിൽ ബി നോൺ റിഫ്ലക്റ്റിംഗ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺവെക്സ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് അതിന്റെ ബൾജ്ഡ് ആയിട്ടുള്ള ഔട്ട്സൈഡ് സർഫസ് ആയിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നത്? റിഫ്ലക്റ്റിംഗ് ആയിട്ട് വരുന്നത്. then inside surface will be non reflecting. അപ്പോൾ അതാണ് കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിററിന്റെ ബേസിക് ഷേപ്പ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വരച്ചത് മാത്രം. ഇനി ഓരോ മിററിന്റെയും പ്രധാനപ്പെട്ട ടേംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ്, അതുപോലെ ഡിഫറെന്റ് നോമൻക്ലേച്ചർ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. സോ അതിലേക്ക് കടക്കുമ്പോൾ ഞാൻ കോൺകേവ് മിറർ എന്നുള്ള എക്സാമ്പിൾ എടുത്തിട്ട് പറയുന്നു. ഈ മിററിന് ഒരു ജോമെട്രിക്കൽ സെന്റർ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇതിന്റെ സെന്റർ ഓൾമോസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അല്ലെ? ആ സെന്റർ എന്നുള്ള പോയിന്റ് ഞാൻ അതിനെ ക്യാപിറ്റൽ ലെറ്റർ പി എന്ന് മാർക്ക് ചെയ്തു. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പി എന്നുള്ള പോയിന്റ്. നോൺ ആസ് പോൾ. അതാണ് ആ ജോമെട്രിക്കൽ സെന്റർ ഓഫ് ദ മിറർ എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേര്. ഇനി ഈ സെന്ററിന് അല്ലെങ്കിൽ ഈ പോളിലൂടെ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ, ഈ പോളിലൂടെ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ ഒരു ലൈൻ, ആ ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്.
ക്ലിയർ ആയോ? ഇത് രണ്ടുമാണ് മിററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോൾ ആൻഡ് പ്രിൻസിപ്പൽ ആക്സിസ്. നൗ ഇതിന് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതൊരു സ്പിയറിന്റെ ഭാഗമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ അതൊരു സ്പിയറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. സോ സ്പിയർ എന്ന് പറഞ്ഞാൽ അതിനൊരു സെന്റർ ഉണ്ടാവും അല്ലെ, ഒരു ജോമെട്രിക്കൽ സെന്റർ ഉണ്ടാവും. ആ സെന്ററിനെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യും ക്യാപിറ്റൽ ലെറ്റർ സി. അതിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സെന്റർ ഓഫ് ദാറ്റ് സ്പെറിക്കൽ മിറർ. ക്യാപിറ്റൽ ലെറ്റർ സി is called the center of curvature. ക്ലിയർ ആയോ? ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് ആണ്, ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു പോയിന്റ് ഉണ്ട് ആക്ച്വലി. അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് മാർക്ക് ചെയ്യും. എഫിന്റെ പേരാണ് ഫോക്കസ്. ശരിക്കും ഫോക്കസ് എന്താണെന്നുള്ള ഡെഫിനിഷൻ നമുക്ക് പിന്നീട് പറയാം. എനിവേ എഫ് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ശരിക്കും അത് ജോമെട്രിക്കലി ഇതിന്റെ നേരെ മിഡ് പോയിന്റ് ആയിട്ടാണ് വരും. അതായത് ഈ സി പി എന്നുള്ള ഈ ഒരു ലെങ്ത്തിന്റെ നേരെ പകുതിയായിരിക്കും ഈ ഒരു ലെങ്ത്. നമുക്കത് പിന്നീട് പറയാം. എനിവേ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലെ പോയിന്റ്സ് എന്ന് പറയുന്നത്. പോൾ, പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ. ഇനി ഇതിൽ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ, നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് പി തൊട്ട് എഫ് വരെയുള്ള ഡിസ്റ്റൻസ്, ഫോക്കസും പോളും തമ്മിലുള്ള ദൂരം, ഞാൻ അതിനെ പി ടു എഫ്, പി എഫ് എന്നുള്ള ലെങ്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ ലെറ്റർ എഫ് എന്ന് നോട്ട് ചെയ്യും. പോൾ തൊട്ട് ഫോക്കസ് വരെയുള്ള ലെങ്ത്. ഇനി പോൾ തൊട്ട് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ലെങ്ത്, പി തൊട്ട് സി വരെയുള്ള ലെങ്ത്, ഇതിനെ വിളിക്കുന്നതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ശരിക്കും ആ സ്പിയറിന്റെ, ഏത് സ്പിയറിൽ നിന്നാണോ ഈ മിറർ നമ്മൾ കട്ട് ചെയ്യുന്നത് ആ സ്പിയറിന്റെ റേഡിയസ്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ, അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നാണ് സാധാരണ നോട്ട്. സോ ഇതാണ് ഇതിന്റെ ഡിഫറെന്റ് ടേംസ് ആൻഡ് നോമൻക്ലേച്ചർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഈ ഫോക്കസ്? ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. സാധാരണ നമ്മൾ ഫോക്കസ് എന്നുള്ള പോയിന്റിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? വളരെ ദൂരെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. That means the ray of light which is coming from infinity after reflection from the mirror will cut the principal axis at the point F. ആ കട്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ഫോക്കസ്. പാരലൽ ആയിട്ട് അറ്റ് ദ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ റേ വരുന്നത് ഇറ്റ് വിൽ ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേ വരുന്നത്. സോ ആ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഏതിലൂടെ പാസ് ചെയ്യും? ഈ ഒരു പോയിന്റ് എഫ് എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യും. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കസ്. ക്ലിയർ ആയോ? ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേസ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ്. അതിന് നേരെ തിരിച്ചൊരു ഡെഫിനേഷൻ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു പറയാം. നമ്മൾ ഫോക്കസിന് ഒരു ഒബ്ജക്റ്റിനെ വെച്ചു എന്ന് വിചാരിക്കാം. ഫോക്കസിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ, ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ വെച്ചാൽ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതായത് ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വെച്ചാൽ അതിന്റെ ഇമേജ് എവിടെയായിരിക്കും കിട്ടുന്നത്? നമുക്ക് വളരെ ദൂരെ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? അതിന്റെ ഇമേജ് കിട്ടുക. അങ്ങനെ മനസ്സിലാക്കാം. ക്ലിയർ ആയി? അപ്പൊ ഫോക്കസിന് രണ്ട് ഡെഫിനേഷൻ ഉണ്ട്. മെയിൻലി ഇത്രേ ഉള്ളൂ. പാരലൽ ആയിട്ട് വരുന്ന റേസ്, പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് വരുന്ന റേസ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ്. ആ ഫോക്കസിലേക്കുള്ള ദൂരം, പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഇനി ഞാൻ നേരത്തെ ഇത് വരച്ചപ്പോ തന്നെ പറഞ്ഞു, ഈ ലെങ്ത്തിന്റെ പകുതിയാണ് ഈ ലെങ്ത് എന്നുള്ളത്. ദാറ്റ് മീൻസ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും എന്ത് വരിക? ഫോക്കൽ ലെങ്ത്. ഇതൊരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും എന്ത് വരുന്നത്? ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് is equal to r divided by 2 അല്ലെങ്കിൽ r is equal to 2f എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇത്രയാണ് അതിന്റെ ബേസിക് നോമൻക്ലേച്ചർ ആൻഡ് ഇമ്പോർട്ടന്റ് ടേംസ് ഒരു സ്പെറിക്കൽ മിററിന്റെ. ഇനി അതിന്റെ സൈൻ കൺവെൻഷനിലേക്കാണ്. സാധാരണ മിററിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, മിററിന്റെ മാത്രമല്ല റേ ഒപ്റ്റിക്സിലെ ഇനി നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ സൈൻ കൺവെൻഷൻ. എപ്പോഴാണ് നമ്മൾ എങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, എങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക, അതാണ് സൈൻ കൺവെൻഷനിൽ മെയിൻലി.
സോ നമ്മളിപ്പോ ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ ആ ഒരു കോൺകേവ് മിറർ വരയ്ക്കാൻ വിചാരിക്കും. അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്, അതിന്റെ പോൾ, ഇത്രയും കാര്യങ്ങളെ മാർക്ക്. സൈൻ കൺവെൻഷൻസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ സാധാരണ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒറിജിൻ, അല്ലെ, ഒറിജിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒറിജിൻ ആണ് നമ്മൾ ആദ്യം പറയാം, കാരണം ഒറിജിനിൽ നിന്നാണ് എല്ലാ മെഷർമെന്റ്സും നമ്മൾ എന്ത് ചെയ്യുക, അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് അതിന്റെ ഒറിജിൻ ഏതാണെന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യണം. ഈ പറയുന്ന പോൾ എന്നുള്ള പോയിന്റ് ആണ് നമ്മുടെ ഒറിജിൻ. അതായത് എല്ലാ മെഷർമെന്റ്സും നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക, പോളിൽ നിന്നാണ് എടുക്കുക. ഓൾ ഹൊറിസോണ്ടൽ മെഷർമെന്റ്സ്, ഹൊറിസോണ്ടലി നമ്മൾ ഏത് മെഷർമെന്റ്സ് എടുക്കുന്നു ആ എല്ലാ ഹൊറിസോണ്ടൽ മെഷർമെന്റ്സും വിൽ ബി മെഷർഡ് ഫ്രം ദ പോൾ. പോളിൽ നിന്ന് ആണ് നമ്മൾ ആ മെഷർമെന്റ്സ് എടുക്കുക. ദാറ്റ് മീൻസ് ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, പോയിന്റ് എക്സ്. ഈ എക്സിലേക്കുള്ള ദൂരം നമ്മൾ മെഷർ ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല മെഷർ ചെയ്യുക, പോളിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ക്ലിയർ ആയോ? ഇവിടെ ഒരു പോയിന്റ് നമ്മൾ എടുത്തു പോയി, ഇവിടെ നിന്നുള്ള ദൂരം എങ്ങനെ മെഷർ ചെയ്യുക, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഫ്രം ദ പോൾ ആണ് നമ്മൾ എല്ലാ ഹൊറിസോണ്ടൽ മെഷർമെന്റ്സും ചെയ്യുക. ഇതാണ് സൈൻ കൺവെൻഷന്റെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ബേസിക് പോയിന്റ്. ഓൾ മെഷർമെന്റ്സ്, ഓൾ ഹൊറിസോണ്ടൽ മെഷർമെന്റ്സ് ആർ മെയ്ഡ് ഫ്രം ദ പോൾ. ക്ലിയർ ആയോ? ഇനി രണ്ടാമത് അതിന്റെ വെർട്ടിക്കൽ മെഷർമെന്റ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അതിലെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് എന്താണ്? ഇപ്പൊ ഞാനിപ്പോ ഈ വരച്ചിരിക്കുന്ന അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, അല്ലെ. നമുക്കൊരു റെഫറൻസ് ആക്സിസ് എന്നുള്ള രീതിയിൽ വരയ്ക്കാൻ പറ്റും. സോ ഓൾ വെർട്ടിക്കൽ മെഷർമെന്റ്സ് ആർ മെയ്ഡ് ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ്. വെർട്ടിക്കൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇതിലേക്കുള്ള ദൂരം മെഷർ ചെയ്യണമെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് അങ്ങോട്ട്. ക്ലിയർ ആയോ? അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ വെക്കുന്നു വിചാരിക്കും. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് മെഷർ ചെയ്യണമെങ്കിൽ ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ് എത്രയാണോ ആ പോയിന്റിൽ അതിന്റെ ടോപ്പിലേക്കുള്ള ദൂരം, അതാണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് മെഷർ ചെയ്യുക. സോ ഓൾ വെർട്ടിക്കൽ മെഷർമെന്റ്സ് ആർ മെയ്ഡ് ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ഓൾ ഹൊറിസോണ്ടൽ മെഷർമെന്റ്സ് ആർ മെയ്ഡ് ഫ്രം ദ പോൾ. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി ഇതിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നുള്ളതാണ്. നമ്മൾ ഹൊറിസോണ്ടൽ മെഷർമെന്റ്സിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അതായത് ഫ്രം ദ പോൾ നമ്മൾ ചെയ്യുന്ന മെഷർമെന്റ്സ്. ഹൊറിസോണ്ടലി നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ്, ഇഫ് ദ മെഷർമെന്റ് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് റേ, ഇൻസിഡന്റ് റേ വരുന്ന ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം എന്താണ്? പോസിറ്റീവ് ആണ്. സോ ഓൾ horizontal quantities are positive if the measurement is done in the direction of incident ray. ഇൻസിഡന്റ് റേ വരുന്ന ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്നൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ സിമ്പിൾ, നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. സാധാരണ ഒബ്ജക്റ്റിന്റെ മുന്നിലാണല്ലോ, സോറി മിററിന്റെ മുന്നിലാണല്ലോ ഒബ്ജക്റ്റ് ഇരിക്കുക. സോ ഇതാണ് മിറർ എങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും, അല്ലെ? ഇതാണ് ഒബ്ജക്റ്റ്. സോ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ റൈറ്റ്, അല്ലെ? അപ്പൊ ഈ ഒരു ഡയറക്ഷൻ, അപ്പൊ ഈ ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. സോ ദാറ്റ് വിൽ ബി ദ പോസിറ്റീവ് ഡയറക്ഷൻ. നോർമലി മിററിന്റെ ഫ്രണ്ടിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എങ്കിൽ അതാണ് നമുക്ക് കൂടുതൽ ചെയ്യാനുണ്ടാവുക. പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടുവേർഡ്സ് ദ റൈറ്റ്. അപ്പൊ അങ്ങോട്ട് മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും, ടുവേർഡ്സ് ദ ലെഫ്റ്റ് മെഷർ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ടുവേർഡ്സ് റൈറ്റ് മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും, ടുവേർഡ്സ് ദ ലെഫ്റ്റ് മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അതാണ് സാധാരണ വരിക. അത് കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും സെയിം സൈൻ കൺവെൻഷൻ ആണ്. ക്ലിയർ ആയോ? ഇനി വെർട്ടിക്കൽ മെഷർമെന്റ്സ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് നോർമലി അറിയാം, നമ്മളൊരു റെഫറൻസ് ലൈൻ വരച്ചാൽ അതിന്റെ മുകളിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. താഴത്തേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് ഈസ് പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ് ഡയറക്ഷൻ ഇൻ കേസ് ഓഫ് ഹൊറിസോണ്ടൽ മെഷർമെന്റ്സ്. ആൻഡ് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് താഴത്തേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? സൈൻ കൺവെൻഷൻ ഇത്രേ ഉള്ളൂ. എല്ലാ മെഷർമെന്റ്സും നമ്മൾ ഫ്രം ദ പോൾ ആൻഡ് ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് എടുക്കുക. അത് തന്നെ ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കും? നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇനി പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കും, അടിയിലേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം നെഗറ്റീവ് ആയിട്ട് എടുക്കും. ക്ലിയർ ആയോ? ഇനി ഈ സൈൻ കൺവെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. ഈ സൈൻ കൺവെൻഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോൺകേവ് മിറർ തന്നെ ഞാൻ വീണ്ടും എടുക്കുന്നു. കോൺകേവ് മിറർ, അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്
ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോക്കസ് എന്നുള്ള പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലെ, സെന്റർ ഓഫ് കർവേച്ചർ എന്നുള്ള പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതിന്റെ ഈ ഫോക്കൽ ലെങ്ത്തും അതുപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ ഒക്കെ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം പറഞ്ഞത് ഫ്രം ദ പോൾ ആണ് എല്ലാ മെഷർമെന്റ്സും നമ്മൾ ചെയ്യുന്നത്. സോ ഫോക്കൽ ലെങ്ത് എന്നുള്ളത് ഫ്രം ദ പോൾ ടു ഫോക്കസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. കാരണം പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ടുവേർഡ്സ് റൈറ്റ്. കാരണം ഇതാണ് നമ്മുടെ സാധാരണ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് നമ്മൾ പറയാ, ഇൻസിഡന്റ് റേ വരുന്ന ഡയറക്ഷൻ. സോ അതുകൊണ്ട് തന്നെ ഫോർ എ കോൺകേവ് മിറർ radius of curvature is negative and also focal length is negative. Clear ആയോ? ഇനി കോൺവെക്സ് മിറർ ആയിരുന്നു എന്ന് വിചാരിക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ ഇതേ പ്രിൻസിപ്പൽ ആക്സിൽ എന്നോട് കോൺവെക്സ് മിറർ വരയ്ക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. ഒരു കോൺവെക്സ് മിറർ വരച്ചു എന്ന് വിചാരിക്കുക. ഈ മിററിന്റെ പോൾ എന്ന് പറയുന്നത് എവിടെയാണ്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഒരു സ്പിയർ ആണ് അല്ലെ, സ്പിയറിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ കർവേച്ചറിന്റെ ഇവിടെ, അതായത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ വരും. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? അതും അതേ സൈഡിലായിരിക്കും, റൈറ്റ് സൈഡിലായിരിക്കും. മനസ്സിലായോ? സോ കോൺവെക്സ് മിറർ ആണെങ്കിൽ ഇതിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? ടുവേർഡ്സ് റൈറ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ് നമ്മൾ ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത്. സോ ഫോർ എ കോൺവെക്സ് മിറർ F is positive and also R is also positive. Clear ആയോ? അപ്പോൾ കോൺകേവ് മിററിന്റെ പ്രോബ്ലം ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നമുക്ക് എന്ത് എഴുതാം? അതിന് വാല്യൂ ആയിരിക്കും നമുക്ക് പ്രോബ്ലത്തിലൊക്കെ തരും. ഫോർ എക്സാമ്പിൾ 10 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ നമുക്ക് തരും. കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായി? നെഗറ്റീവ് ആയി. അപ്പൊ നമ്മൾ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. കോൺവെക്സ് ആണെങ്കിൽ അത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? അതാണ് സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത്. ഇനി അടുത്തത് അതിന്റെ പ്രോബ്ലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഡിഫറെന്റ് ഇമേജ് ഫോർമേഷൻ സിനാരിയോ നമുക്ക് നോക്കണം. അതായത് കോൺകേവ് മിററിൽ ഒബ്ജക്റ്റ് എവിടെയാണോ നമ്മൾ വെക്കുന്നത്, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്താണോ അതിനനുസരിച്ച് ഇമേജിന്റെ ഡിഫറെന്റ് സിനാരിയോസ് വരും. ഇമേജിന്റെ പൊസിഷൻ, ഇമേജിന്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എവിടെ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടും, അല്ലെങ്കിൽ ആ ഡിഫറെന്റ് സിനാരിയോസ് ഓഫ് ഇമേജ് ഫോർമേഷൻ കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നിങ്ങൾ റേ ഡയഗ്രാം ഒക്കെ വരച്ച് ഇത് ചെയ്യുന്ന കാര്യമാണ്. ബട്ട് ഞാനിപ്പോ ജസ്റ്റ് നമുക്ക് ഇപ്പൊ ചെയ്യേണ്ട പ്രോബ്ലങ്ങളൊക്കെ ഇതിന്റെ ഒരു ബേസിക്സ് ആവശ്യമുള്ളതുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് പറയുന്നു. സോ ആദ്യം ഞാൻ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ സിനാരിയോസ് ആണ് പറയാൻ പോകുന്നത്. കോൺകേവ് മിറർ. ക്ലിയർ? അപ്പൊ ഏറ്റവും ആദ്യം ഫസ്റ്റ് കേസസ് ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റി, വളരെ ദൂരെ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ദാറ്റ് മീൻസ് ഞാനിപ്പോ ഇവിടെ ഒരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റ് എന്നുള്ളത് വളരെ ദൂരെയാണ്. നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഒബ്ജക്റ്റ് വളരെ ദൂരെയാണെങ്കിൽ റേ എന്നുള്ളത് ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും വരിക. അത് കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിച്ചതിനകത്ത് ഫോക്കസ് എന്ന് വിളിച്ചത് അല്ലെ. സോ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിന്റെ ഇമേജ് വിൽ ബി അറ്റ് ദ ഫോക്കസ്. ക്ലിയർ ആയോ? ഈ ഇമേജിന്റെ പ്രത്യേകത ദിസ് വിൽ ബി എ റിയൽ ഇമേജ്. ഇറ്റ് വിൽ ബി റിയൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇൻവേർട്ടഡ്. അത് നോൺ ആണ്, അതൊരു കോമ്പിനേഷൻ ആണ്. റിയൽ എന്ന് പറഞ്ഞാൽ എന്തായാലും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. സോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. Then more than that it will be very diminished, വളരെ ചെറിയതായിരിക്കും. ക്ലിയർ ആയോ? റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, വളരെ ചെറിയ ഇമേജ് ആയിരിക്കും. ആൻഡ് ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ദ ഫോക്കസ്. അപ്പോൾ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ദ ഫോക്കസ് ഫോർ എ കോൺകേവ് മിറർ. ഇനി ഇതിന്റെ രണ്ടാമത്തെ കേസ്, ഒബ്ജക്റ്റ് ബിയോണ്ട് സി, സെന്റർ ഓഫ് കർവേച്ചറിന്റെ അപ്പുറം, അതായത് ഇൻഫിനിറ്റി ഒന്നുമില്ല ബട്ട്
എന്നാലും ദൂരം കൂടുതലാണ്. ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എവിടെയാണോ അതിനേക്കാൾ ദൂരെയാണ് നമ്മുടെ എവിടെ എന്തിരിക്കുന്നത് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫോക്കസ് എന്നുള്ള പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലെ. സെന്റർ ഓഫ് കർവേച്ചർ എന്നുള്ള അതിന്റെ ഡബിൾ ഡിസ്റ്റൻസിലായിരിക്കും. ഈ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഇപ്പുറത്താണ് എന്തിരിക്കുന്നത് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അർത്ഥം. മനസ്സിലായോ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സിനാരിയോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ റേ ഡയഗ്രം ഒക്കെ വരച്ചിട്ടാണ് സാധാരണ ഡെഡ്യൂസ് ചെയ്യാൻ. ഞാൻ ആ വരയ്ക്കുന്നതിലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് അതിന്റെ ആ റിസൾട്ട് ആണ് മെയിൻലി ഇമ്പോർട്ടന്റ്. സോ ഇങ്ങനെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും. നിങ്ങൾ റേ ഡയഗ്രാം വരച്ചത് 10ാം ക്ലാസ്സിലൊക്കെ വരച്ചത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ റേ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മൾ അതിന് റൂൾസ് ഫോർ ഇമേജ് ഫോർമേഷൻ എന്നൊക്കെ പറയും. ആദ്യത്തെ റേ നമ്മൾ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കും, then it will pass through the focus അല്ലെ. രണ്ടാമത്തെ റേ നമ്മൾ എപ്പോഴും വരയ്ക്കുക പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആണ്. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ നമ്മൾ റേ വരച്ചു കഴിഞ്ഞാൽ അത് അതേ ലൈനിലൂടെ തന്നെ റിഫ്ലക്ട് ചെയ്യും. അതാണ് രണ്ടാമത്തെ റൂ. അപ്പൊ നമ്മൾ ഈ രണ്ട് റേ വരച്ചു കഴിഞ്ഞാൽ അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന് മാത്രം ഒന്ന് വരയ്ക്കാം. ഫസ്റ്റ് റേ നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റിൽ നിന്ന് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കും. ദെൻ അത് എന്ത് ചെയ്യും? ഈ പറയുന്ന ഫോക്കസിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഇതാണ് ഒന്നാമത്തെ റേ. രണ്ടാമത്തെ റേ നമ്മൾ എന്താ ചെയ്യുക? ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ, അതായത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വരയും വരയ്ക്കും. ഇതിന്റെ പ്രത്യേകത ഇത് ഇതേ ലൈനിൽ കൂടെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? ഇതിവിടെ. ഇതായിരിക്കും നമ്മുടെ എന്ത് വരുന്നത്? ഇമേജ് വരുന്നത്. ഇത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. മനസ്സിലായോ? ഇനി ആ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലെ. ഫോംഡ് ബിറ്റ്വീൻ ഇമേജിന്റെ കാര്യങ്ങളാണ് എഴുതുന്നത്. സോ ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും. നൗ ഇതെങ്ങനെയാണ്? തല തിരിഞ്ഞിട്ടാണ്. ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണെങ്കിൽ the image will be real and it is inverted. മനസ്സിലായോ? ഇനി ഈ ഒബ്ജക്റ്റിന്റെ സൈസ് ഉണ്ടാവില്ല ഇമേജിന്, അതിനേക്കാൾ ചെറുതായിരിക്കും. സോ ദ ഇമേജ് വിൽ ബി ഡിമിനിഷ്ഡ്. വെരി ഡിമിനിഷ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഡിമിനിഷ്ഡ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ആദ്യത്തെ ഇതിൽ വളരെ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് വെരി ഡിമിനിഷ്ഡ്. ഇത് ഡിമിനിഷ്ഡ് ആണ്. സൈസ് എന്തായാലും ഒബ്ജക്റ്റിന്റെ അത്രയും ഉണ്ടാവില്ല, ചെറുതായിരിക്കും. മനസ്സിലാവും? അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ഇമേജ് ഫോർമേഷൻസ് നമ്മൾ വരയ്ക്കുക റേ ഡയഗ്രാംസ് വെച്ചിട്ട്. ക്ലിയർ? സോ ഈ ഒരു കേസിൽ ഞാൻ ജസ്റ്റ് ഇത് വരച്ച് കാണിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ വരയ്ക്കാം. അപ്പൊ ഇതൊക്കെ എല്ലാവരും എഴുതിയിട്ടു വിചാരിക്കുന്നു. ഞാൻ പറയുന്നതിനൊപ്പം തന്നെ മാക്സിമം എഴുതി പോകാൻ നോക്കുക കേട്ടോ. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് അറ്റ്. ഇതൊക്കെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലും വൃത്തിയായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. NCERT ടെക്സ്റ്റ് ബുക്കിലെ ശരിക്കും ടേബിളിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് എന്റെ ഓർമ്മ, ഓരോന്നിന്റെയും ഇമേജ് ഫോർമേഷൻ സിനാരിയോ. ഇനി അടുത്തത് മൂന്നാമത്തെ. അപ്പൊ നമ്മള് ഒബ്ജക്ട് ബിയോണ്ട് സി ആണ് വരച്ചത്. ഇനി ഒബ്ജക്ട് അറ്റ് സി, അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സി. അപ്പൊ നമ്മളിവിടെ ഒബ്ജക്ട് എന്ത് പറയുന്നു? ഒബ്ജക്ട് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് കർവേച്ചർ. ക്ലിയർ ആയോ? ഒബ്ജക്ട് അറ്റ് സി ആണെങ്കിൽ ഞാൻ ഇനി അത് എല്ലാം അങ്ങനെ വരച്ചു പോകുന്നില്ല. ഒബ്ജക്ട് അറ്റ് സി ആണ്, ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ ഇതിന്റെ ഇമേജും വരുന്നത് അതേ പോയിന്റിൽ തന്നെയായിരിക്കും. ഇമേജും ഇതേ പോയിന്റിൽ തന്നെയായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ഇമേജും വരുന്നത്. നമുക്ക് ആ റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടും. സോ ഒബ്ജക്ട് അറ്റ് സി ആണെങ്കിൽ ഇമേജ് ഇസ് ഓൾസോ at C, it is real and inverted. ആൻഡ് ഈ കേസിലെ പ്രത്യേകത ഒബ്ജക്റ്റിന്റെ സൈസ് എന്താണോ അത് തന്നെയായിരിക്കും ഇമേജിന്റെയും സൈസ്. സെയിം സൈസിലുള്ള ഇമേജ് ആണ് കിട്ടുക, ബട്ട് ഇറ്റ് വിൽ ബി ഇൻവേർട്ടഡ്, തല തിരിഞ്ഞിട്ടായിരിക്കും മാത്രം. ഇനി അടുത്ത മൂന്നാമത്തെ കഴിഞ്ഞ നാലാമത്തെ കേസ് ആണ്. ഇനി ഞാൻ ഫിഗർ ഡയഗ്രം ആയിട്ട് വരയ്ക്കുന്നില്ല. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിനും ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റിനെ വെക്കുന്നത്. സിക്കും എഫിനും ഇടയിൽ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ബിയോണ്ട് സി. സിയുടെയും പുറത്തേക്ക് വരും. നമ്മൾ ആലോചിച്ചാൽ മതി, ഒബ്ജക്റ്റ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇമേജ് ഇങ്ങോട്ട് പോവാണ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് സിയിലെത്തിയപ്പോൾ ഇമേജും സിയിൽ തന്നെയായിരുന്നു. ഇനി ഒബ്ജക്റ്റിനെ ഞാൻ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇമേജ് എന്ത് ചെയ്യും? ഇപ്പുറത്തേക്ക് പോകും, അതായത് സിയുടെ പുറത്തേക്കായിരിക്കും. സോ ഇമേജ് വിൽ ബി ബിയോണ്ട് സി. ഇറ്റ് വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. അതിന് മാറ്റമൊന്നുമില്ല, കാരണം ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് അത് ഫോം ചെയ്യുക. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ബട്ട് ദ ഇമേജ് വിൽ ബി എൻലാർജ്ഡ്. ഇമേജിന്റെ സൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ. അതാണ് ഈ ഒരു കേസിലേക്ക് എത്തുമ്പോഴുള്ള പ്രത്യേകത. ഇനി ബിറ്റ്വീൻ സി ആൻഡ് എഫ് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എഫ്. നമ്മുടെ അഞ്ചാമതായിട്ട് ഒബ്ജക്റ്റ് അറ്റ് എഫ് ആണെന്ന് വിചാരിക്കും.
നമുക്കറിയാം ഇത് ഫോക്കസിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫോക്കസിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ ഇമേജ് അവിടെ കിട്ടും അറ്റ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ വളരെ ദൂരെ ആയിരിക്കും. സോ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ദാറ്റ് വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. അതിന് മാറ്റമൊന്നുമില്ല. കാരണം ഇതൊക്കെ എന്താണ് മിററിന്റെ ഫ്രണ്ടിലാണ് കിട്ടുന്നത്. സോ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സ്ക്രീനിലേക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഇമേജസ് ഒക്കെ എന്തായിരിക്കും, റിയൽ ആയിരിക്കും. റിയൽ ഇമേജസ് ഒക്കെ എങ്ങനെയായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. നൗ ഇതിന്റെ സൈസ് വിൽ ബി വെരി എൻലാർജ്, വളരെ കൂടുതലായിരിക്കും. ഇൻഫിനിറ്റിയിൽ കിട്ടുന്ന ഇമേജിന്റെ സൈസ്. ക്ലിയർ ആയോ? ഇത്രയാണ് കോൺകേവ് മിററിന്റെ ഏത് വരെത്തി, നമ്മൾ ഫോക്കസ് വരെത്തി. ഇനി നമുക്ക് ഒരു കേസ് കൂടി ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ, അല്ലെ, നമ്മുടെ പോൾ. സോ ഫോക്കസ് ആൻഡ് പോളിന്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എന്ത് സംഭവിക്കും എന്നൊരു കാര്യം കൂടി ഉണ്ട്. അതാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. അതിനു മുൻപ് ഇത്രയും കേസസ് ഇപ്പൊ നമ്മൾ എവിടെ തൊട്ട് പറഞ്ഞു, ഇമേജ് അറ്റ് ഇൻഫിനിറ്റി പറഞ്ഞു, അറ്റ് സി പറഞ്ഞു, സോറി ബിയോണ്ട് സി പറഞ്ഞു, അറ്റ് സി പറഞ്ഞു, സോറി ഒബ്ജക്ട്സിന്റെ കേസ് കേട്ടോ. ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്ട് ബിയോണ്ട് സി, ഒബ്ജക്ട് അറ്റ് സി, ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ഒബ്ജക്ട് അറ്റ് എഫ്. 5 കേസ് നമ്മൾ പറഞ്ഞു. ഈ 5 കേസിലും ഒബ്ജക്ട് എങ്ങനെയായിരുന്നു, സോറി ഇമേജ് എങ്ങനെയായിരുന്നു, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരുന്നു. ചില കേസുകൾ അത് ഡിമിനിഷ്ഡ് ആയിരുന്നു, ചില കേസിൽ അത് എൻലാർജ്ഡ് ആയിരുന്നു. ഇനി അറ്റ് സി ആണെങ്കിൽ സെയിം സൈസ് ആണ്. ബട്ട് എല്ലാ കേസിലും ഇമേജ് എങ്ങനെയായിരുന്നു, റിയൽ ഇമേജ് ആയിരുന്നു, ഇൻവേർട്ടഡ് ആയിരുന്നു, തല തിരിഞ്ഞിട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. ഇനി അങ്ങനെ അല്ലാത്തൊരു കേസാണ് നമുക്ക് വരിക, if the object between F and P, ഫോക്കസിനും പോളിനും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചു വിചാരിക്കുക. ഫോക്കസിനും പോളിനും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാൽ, അല്ലെങ്കിൽ വളരെ അടുത്ത് നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് കിട്ടുന്നത് മിററിന്റെ ബാക്ക് സൈഡിലായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. മിററിന്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഈ ഇമേജ് എങ്ങനെയായിരിക്കും, ഇറക്റ്റ് ആൻഡ് വെർച്വൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് അല്ല വരിക, വെർച്വൽ ഇമേജ് ആയിരിക്കും. ഒബ്ജക്റ്റ് ഇങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ തന്നെ, തല തിരിഞ്ഞിട്ടല്ല നമ്മുടെ ഇമേജ് വരിക, അതേപോലെയാണ് എന്ത് വരിക, ഇമേജ് വരിക. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഈ ഒരു കേസിന്റെ പ്രത്യേകത. ഫോക്കസിനും പോളിനും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എന്ന് പറയുന്നത് മിററിന്റെ ബാക്ക് സൈഡിലായിരിക്കും നമുക്ക് ഫോം ചെയ്യാം. ആ ഇമേജ് എങ്ങനെയായിരിക്കും, മിററിന്റെ ബാക്ക് സൈഡിൽ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു സ്ക്രീനിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദ ഇമേജ് വിൽ ബി വെർച്വൽ. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ദെൻ ഈ കേസുകളിലെല്ലാം സാധാരണ നമ്മള് ഇതിന്റെ സൈസ് വരച്ചപ്പോ ഞാൻ വരച്ചു മാത്രം. ബട്ട് ഇമേജ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് കിട്ടുന്ന സൈസ് എന്നുള്ളത് ഡിമിനിഷ്ഡ് ആയിരിക്കും. നോർമൽ ഒബ്ജക്റ്റിന്റെ അത്രയും സൈസ് ഉണ്ടാവില്ല, ആ ഒരു രീതിയിലായിരിക്കും. സോറി, ഡിമിനിഷ്ഡ് ആയിക്കോളന്നില്ല, ഞാൻ അതിന്റെ ഒരു ഡിമിനിഷ്ഡ് ആയിക്കോളന്നില്ല, അത് ഈ ഡിസ്റ്റൻസിനനുസരിച്ചാണ് നമുക്ക് കാൽക്കുലേഷന്റെ ബേസിൽ പറയാൻ പറ്റുക. ബട്ട് നോർമൽ കേസുകൾ നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ വരച്ചത് തന്നെയാണ് ശരി. ഇറ്റ് വിൽ ബി എൻലാർജ്, ഡിമിനിഷ്ഡ് ആയിരിക്കില്ല. ഐ ആം സോറി, കോൺകേവ് മിറർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇമേജ് എങ്ങനെയായിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും ഈ ഒരു കേസിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വെർച്വൽ ഇമേജ് കിട്ടുന്ന ഒരൊറ്റ കേസ്, അല്ലെങ്കിൽ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്ന ഒരൊറ്റ കേസേ കോൺകേവ് മിററിനുള്ളൂ. അതെന്താണ്, ഒബ്ജക്റ്റ് എവിടെ ഇരിക്കണം, ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ ആയിട്ട് ഇരിക്കണം. അത് വളരെ അടുത്ത്, മിററിന്റെ വളരെ അടുത്ത് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും ഇമേജ് എങ്ങനെയായിരിക്കും, തല തിരിഞ്ഞിട്ട് ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും കോൺകേവ് മിററിൽ വരും. ക്ലിയർ ആയോ? ഇനി നമ്മൾ കോൺവെക്സ് മിററിന്റെ കേസിലേക്ക് പോകുന്നത്. കോൺവെക്സ് മിററിൽ ഇത്രയും കേസുകളൊന്നും നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. കോൺവെക്സ് മിററിൽ, ഇൻ എ കോൺവെക്സ് മിറർ, ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇതില് ഫോം ചെയ്യുന്ന ഇമേജ് എവിടെ നിങ്ങൾ ഒബ്ജക്റ്റിനെ വെച്ചാലും ഇതിൽ ഫോം ചെയ്യുന്ന ഇമേജ് വിൽ ബി വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. കോൺവെക്സ് മിററിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മുടെ വാഹനങ്ങളിലുള്ള റിയർ വ്യൂ മിറർ, അല്ലെ? നമ്മുടെ കാറിലും ബൈക്കിലും ഒക്കെ ഉള്ള നമ്മുടെ റിയർ വ്യൂ മിറർ ആണ് കോൺവെക്സ് മിററിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. അതിങ്ങനെ ആലോചിക്കുക, സാധാരണ രീതിയിൽ നമ്മുടെ ബാക്കിൽ നിന്ന് ഒരു വണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് വരുന്ന സമയത്ത് അതിനെ നേരെ തന്നെ കാണണം, അല്ലെ? പിന്നിൽ വരുന്ന വണ്ടി തല തിരിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല, അതിനെ ഇൻവെർട്ടഡ് ആയി കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല, ഇറക്റ്റ് ആയിട്ട് തന്നെ കാണണം. അതുകൊണ്ട് തന്നെ റിയർ വ്യൂ മിറേഴ്സ് എപ്പോഴും എന്തായിരിക്കും, കോൺവെക്സ് ആയിരിക്കും. കോൺകേവ് മിറേഴ്സ് നമ്മൾ ഒരിക്കലും വണ്ടിയുടെ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യില്ല. കാരണം കോൺകേവ് മിററിൽ വളരെ അടുത്ത് വരുമ്പോൾ മാത്രമേ പിന്നിൽ വരുന്ന വണ്ടികൾ എന്ത് ചെയ്യാനുള്ളൂ,
ഇറക്റ്റ് ആയിട്ട് കാണുള്ളൂ. അല്ലാത്ത സമയത്ത് വണ്ടികൾ എങ്ങനെയായിരിക്കും? ഇൻവേർട്ടർ ആയിരിക്കും. ബാക്കിൽ വരുന്ന വണ്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? തല തിരിഞ്ഞ് കാണും. അപ്പൊ അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺവെക്സ് മിറേഴ്സ് ആണ് നമ്മൾ വണ്ടികളിലെ റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക. അതിന്റെ കാരണം കോൺവെക്സ് മിററിൽ എവിടെ ഒബ്ജക്റ്റിനെ വെച്ചാലും നമുക്ക് വെർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ ആയോ? സോ കോൺകേവ് മിററിന് മാത്രമാണ് ഡിഫറെന്റ് സിനാരിയോസ് ഉള്ളത്. കോൺവെക്സ് മിററിന് എപ്പോഴും ആലോചിക്കുക വെർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കോൺവെക്സ് മിററിൽ എപ്പോഴും നമുക്ക് കിട്ടുക. ക്ലിയർ ആയോ? ഇതാണ് ഡിഫറെന്റ് ഇമേജ് ഫോർമേഷൻ സിനാരിയോ. ഇനി നമുക്ക് മിററിന്റെ പ്രോബ്ലംസ് ചെയ്യാനുള്ള മിറർ ഫോർമുല, അതുപോലെ തന്നെ മിററിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. മിറർ ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷൻ. മിറർ ഫോർമുലയുടെ ഡെറിവേഷൻ ഒന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. നമുക്ക് സിമ്പിൾ ഫോർമുലയാണ് 1/v + 1/u = 1/f. ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും അല്ലെ? v എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം ദ മിറർ അല്ലെങ്കിൽ ഫ്രം ദ പോൾ. പോളിൽ നിന്ന് ഇമേജ് ഇരിക്കുന്ന എത്ര ദൂരെയാണോ അതാണ് v എന്നുള്ള ക്വാണ്ടിറ്റി. u എന്നുള്ളത് ദാറ്റ് ഈസ് ദ distance of the object from the pole. f എന്ന് പറയുന്ന മിററിന്റെ എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. സോ 1/v + 1/u = 1/f എന്നുള്ളതാണ് മിറർ ഫോർമുല. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ മിററിന്റെ ഒരുവിധ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് മാഗ്നിഫിക്കേഷൻ. നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു പല കേസുകളിലും ഇമേജ് ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും അല്ലെ? ചിലപ്പോൾ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും, ചിലപ്പോൾ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും, ചിലപ്പോൾ സെയിം സൈസ് ആയിരിക്കും. അങ്ങനെ പല രീതികളിൽ പറഞ്ഞു. അപ്പൊ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷന്റെ ഡെഫിനിഷൻ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ഇമേജിന്റെ സൈസ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ സൈസ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ സാധാരണ ട്രിഗണോമെട്രി വെച്ച് ഡിറൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് v ഡിവൈഡഡ് ബൈ u. അങ്ങനെ രണ്ട് ഫോർമുല ഉണ്ട് മാഗ്നിഫിക്കേഷൻ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് എന്നുള്ള അതിന്റെ ബേസിക് ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് v ഡിവൈഡഡ് ബൈ u എന്നുള്ള ഒരു ഫോർമുലകൾ കിട്ടും. ക്ലിയർ ആയോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമേജിന്റെ നേച്ചറിനനുസരിച്ച് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവും നെഗറ്റീവും വരാം. ഇമേജിന്റെ നേച്ചർ ഞാൻ ഉദ്ദേശിച്ചത് റിയൽ ഇമേജ് ആണെന്ന് വിചാരിക്കുക, റിയൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണെന്ന് വിചാരിക്കുക. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തല തിരിഞ്ഞിട്ടാണ് അല്ലെ? തല തിരിഞ്ഞിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയുടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമ്മൾ മെഷർ ചെയ്യാന്ന് വിചാരിക്കുക. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് എന്നുള്ളത് മുകളിലേക്കാണ്, നമ്മൾ പ്രിൻസിപ്പൽ ആക്സിന്റെ മുകളിലേക്കാണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് മെഷർ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒബ്ജക്ട് എന്നുള്ളത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇമേജ് എന്നുള്ളത് തല തിരിഞ്ഞിട്ടാണ്. അതാണ് റിയൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ അല്ലെ? അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് എന്നുള്ളത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്ത് വരും? അത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ hi/h എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ഫോർ റിയൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഇമേജ്. ക്ലിയർ ആയോ? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്തായി മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ് അല്ലെങ്കിൽ റിയൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ക്വസ്റ്റ്യനിൽ റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഇറക്റ്റ് അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്. വെർച്വൽ ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ വിൽ ബി പോസിറ്റീവ്. ഇനി നേരത്തെ പറഞ്ഞ കോൺകേവ് കോൺവെക്സ് സിനാരിയോ കൂടെ ക്ലബ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിപ്പിച്ച് പറയുകയാണെങ്കിൽ കോൺവെക്സ് മിറർ, രണ്ടാമത് പറഞ്ഞ കോൺവെക്സ് മിററിൽ നമ്മൾ എന്താ പറഞ്ഞ എപ്പോഴും ഈ പറയുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആൻഡ് വെർച്വൽ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ കോൺവെക്സ് മിററിലെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് മിററിൽ രണ്ടും വരാം, ചിലപ്പോൾ പോസിറ്റീവ് വരാം, ചിലപ്പോൾ നെഗറ്റീവ് വരാം. ബട്ട് കോൺവെക്സ് മിററിൽ എപ്പോഴും മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അത് കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഒരു കോൺവെക്സ് മിറർ ആണെങ്കിൽ എപ്പോഴും ഇമേജ് എങ്ങനെയാണ്? ഇറക്റ്റ് ആൻഡ് വെർച്വൽ ആണ്. സോ അതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ്. കോൺകേവ് മിറർ ആണെങ്കിൽ അതിന്റെ എവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ റിയൽ ഇമേജ് കിട്ടാം, ചിലപ്പോൾ വെർച്വൽ ഇമേജ് കിട്ടാം അല്ലെ? വളരെ അടുത്താണ്. ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണെങ്കിൽ വെർച്വൽ ഇമേജ് ആണ്. ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണെങ്കിൽ എം ഇസ് പോസിറ്റീവ്. ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണെങ്കിൽ എം ഇസ് പോസിറ്റീവ്. ബിക്കോസ് ആ കേസിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വെർച്വൽ ഇറക്റ്റ് ഇമേജ് കിട്ടുന്നത്. ബാക്കിയുള്ള എല്ലാ കേസിലും എന്തായിരിക്കും? എം ഇസ് നെഗറ്റീവ് ഇൻ ഓൾ അതർ കേസസ്.
ക്ലിയർ ആയോ? അപ്പോൾ ഈ മിററിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വെക്കുന്നത് റിയൽ ഇമേജ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നിഫിക്കേഷൻ എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ ഈ രണ്ട് ഫോർമുലാസ് ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസും സോൾവ് ചെയ്യുക. ഇനി ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഒരു കണക്ടിങ് ഫോർമുല കൂടെ നമുക്ക് പറയാം. കാരണം എം മൈനസ് വി ബൈ യു ആണ് അല്ലെ. ഞാനത് വിക്കും യുക്കും അല്ലെങ്കിൽ വിക്കോ യുക്കോ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ u is equal to minus v by m എന്ന് എഴുതാന്ന് വിചാരിക്കുക. u is equal to minus v divided by m എന്ന് ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് കിട്ടും, വിക്ക് യുക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ വിൽ ഗെറ്റ് 1 by v minus m by v is equal to 1 by f എന്ന് കിട്ടും അല്ലെ. 1 by യുക്ക് പകരം മൈനസ് വി ബൈ എം ഇട്ട് കൊടുക്കുന്നു. അപ്പൊ എം മുകളിലേക്ക് പോയി 1 by v minus m by v is equal to 1 by f എന്ന് വരും. ഞാൻ അതിനെ ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ 1 minus m divided by v is equal to 1 by f അല്ലെങ്കിൽ 1 minus m is equal to v by f. വീണ്ടും ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ m എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ m is equal to 1 minus v by f എന്ന് വരും, അല്ലെങ്കിൽ f minus v divided by f എന്ന്. ഇത് മാഗ്നിഫിക്കേഷനും ഫോക്കൽ ലെങ്ത്തും ഇമേജ് ഡിസ്റ്റൻസും കൂടെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഫോർമുലയാണ്. എം എസ് ഇക്വൽ ടു യുവിനെ ഒഴിവാക്കിക്കൊണ്ട്, യു എന്നുള്ള ഡാറ്റ ഒഴിവാക്കിക്കൊണ്ട്. സിമിലർലി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതേ ഇക്വേഷനിൽ തന്നെ വി മൈനസ് ഓഫ് എം ഇൻറ്റു യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇതേ ഇക്വേഷൻ. അപ്പൊ വിക്ക് നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഓഫ് എം ഇൻറ്റു യു എന്ന് കിട്ടും. എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എം ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു. ഈ രണ്ട് ഫോർമുലാസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും ചില പ്രോബ്ലങ്ങൾ. കാരണം ചില പ്രോബ്ലങ്ങളിൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ തരും, ഒപ്പം ഫോക്കൽ ലെങ്ത് തരും. വിയോ യുവോ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുക. അപ്പൊ വി ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്യുക, യു ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്യുക. മറ്റേത് എന്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം മാഗ്നിഫിക്കേഷൻ അങ്ങനെ ഇക്വേഷൻ എഴുതി വീണ്ടും ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പൊ രണ്ട് സ്റ്റെപ്പിൽ ചെയ്യേണ്ടി വരും. അതിന് പകരം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ കൂടെ ഞാൻ പറഞ്ഞത്. വേറെ ഒന്നുമില്ല, ആ കണ്ടീഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്ന രണ്ട് കേസാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ പഠിച്ചു വെക്കുക. ബേസിക് ഫോർമുല ആയിട്ട് 1 by v plus 1 by 0 1 by f. മാഗ്നിഫിക്കേഷൻ is equal to minus of v by u അല്ലെങ്കിൽ height of image by height of object. Then മാഗ്നിഫിക്കേഷൻ in terms of f and v and in terms of f and u ഉള്ള രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മിററിന്റെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ക്ലിയർ ആയോ? ഇനി നമുക്ക് അതിന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. നമ്മുടെ ബുക്കിലുള്ള പ്രോബ്ലം തന്നെ. സാധാരണ മിറേഴ്സിന്റെ പ്രോബ്ലംസ് കമ്പാരിറ്റീവ്ലി കുറവാണ് നിങ്ങളോട് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുള്ളത് എക്സാംസിന്. ബട്ട് നമുക്കത് പഠിച്ചിരിക്കണം, കാരണം സിമ്പിൾ ആണ് കാര്യം. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ ലെക്ചറിൽ നിങ്ങളുടെ ക്ലാസ് അസൈൻമെന്റ്സ് എന്നുള്ളതാണ്. നിങ്ങളുടെ ബുക്കിൽ ശരിക്കും വരുന്ന പേജ് നമ്പർ 155 ആണ്. പേജ് നമ്പർ 155 റേ ഒപ്റ്റിക്സിന്റെ ക്ലാസ് അസൈൻമെന്റ്സ് വരുന്നത്. അതിൽ ചില ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യാം. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് മിററിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ തുടക്കത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്. അപ്പൊ പേജ് നമ്പർ 155 ക്വസ്റ്റ്യൻ നമ്പർ 3. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺവെക്സ് മിറർ ആസ് എ ഫോക്കൽ ലെങ്ത് f, റിയൽ ഒബ്ജക്ട് is placed at a distance f in front of it from the pole. അതായത് ഒബ്ജക്റ്റ് എവിടെ വെക്കുന്നത്, ഫോക്കൽ ലെങ്ത് f, അതായത് ഫോക്കസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് വെക്കുന്നത്. ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഇമേജ്. ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഇമേജ് ഫോർമേഷന്റെ സിനാരിയോ ആണ്. ക്ലിയർ ആയോ? അത് കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. കോൺകേവ് മിറർ ആണെങ്കിൽ അത് നെഗറ്റീവ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിരിക്കും. കോൺവെക്സ് മിറർ ആണെങ്കിൽ അത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും മാത്രം. ബട്ട് രണ്ടാണെങ്കിലും ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 4, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു ഫോർമുലയുടെ ആപ്ലിക്കേഷൻ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ is 20 സെന്റിമീറ്റർ. അതാണ് ആദ്യത്തെ സെന്റൻസ്. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. സോ 20 സെന്റിമീറ്റർ എന്നുള്ളത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ f = -20 സെന്റിമീറ്റർ. അതാണ് ആദ്യത്തെ സെന്റൻസിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത്. നൗ ഡിറ്റർമിൻ വേർ ആൻ ഒബ്ജക്ട് മസ്റ്റ് ബി പ്ലേസ്ഡ്. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്, യു ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടു ഫോം ആൻ ഇമേജ് മാഗ്നിഫൈഡ് 2 times when the image is real. അതായത് ഇമേജ് is magnified 2 times and the image is real എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
റിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയൽ ഇമേജ് ആണെങ്കിൽ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് മാഗ്നിഫൈഡ് 2 ടൈംസ് ആണ് ചെയ്യുന്നത്. സോ മാഗ്നിഫിക്കേഷൻ ഇസ് 2 with a negative sign because negative sign എന്തുകൊണ്ടാണ്? റിയൽ ഇമേജ് എന്ന് പറയുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. സോ m is equal to -2. യുവിന്റെ വാല്യൂ ആണ് വേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ നമ്മുടെ എഫും യുവും എമ്മും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് m is equal to f divided by f minus u എന്നുള്ള ഫോർമുല. ക്ലിയർ ആയോ? അതിന് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. f is equal to -20 ഇട്ട് കൊടുക്കുക, m is equal to -2 ഇട്ട് കൊടുക്കുക. So -2 is equal to -20 divided by -20 minus u. Then just calculate here. നമ്മൾ cross multiply ചെയ്യുമ്പോൾ we will get 40 plus 2u is equal to -20. Then 14 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2u is equal to -60 or u is equal to -30. Then u എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം u എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഒബ്ജക്റ്റിന്റെ മിററിന്റെ ഫ്രണ്ടിലായിരിക്കും ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസ് എപ്പോഴും അതിപ്പോ മിററിന്റെ പ്രോബ്ലം ആണെങ്കിലും ലെൻസിന്റെ പ്രോബ്ലം ആണെങ്കിലും ഒക്കെ എന്തായിരിക്കും? u നിങ്ങൾക്ക് കിട്ടുന്ന കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിന്റെ അർത്ഥം 30 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ അതാണ്. ക്ലിയർ? സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് മിററിന്റെ ചോദിക്കുക. ക്ലിയർ? ഇനി ഇതിലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി, അതിന്റെ ആൻസറും കൂടെ ഞാൻ പറയാം. അത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? Ray of light incident on a plane mirror at an angle of incidence 30 degree. Deviation produced by the mirror. ഈ ഡീവിയേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് പ്ലെയിൻ മിററിന്റെ തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരും. ഇത് പ്ലെയിൻ മിറർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ റിഫ്ലക്റ്റിംഗ് സർഫസ്, അത്ര ഇതിന് അർത്ഥമുള്ളൂ. ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്നുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഒരു റേ വന്ന് വീഴുന്നു. നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ, ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം ഇത് ഇതേ ആംഗിളിൽ തന്നെ അല്ലെങ്കിൽ R is equal to I എന്നുള്ള രീതിയിൽ അത് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് പോകും. ഇത്രയും നമുക്കറിയാമോ? നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡീവിയേഷൻ എന്നാണ്. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഒപ്റ്റിക്കൽ ഫിനോമിന ആയിക്കോട്ടെ, അതിപ്പോ റിഫ്ലക്ഷൻ ആയിക്കോട്ടെ, ഇത് റിഫ്രാക്ഷൻ ആയിക്കോട്ടെ, ഡീവിയേഷൻ എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. ഇത് ഇനീഷ്യലി വന്നിരുന്ന ഡയറക്ഷൻ, അതാണ് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ ഡയറക്ഷൻ. അല്ലെ, ഇതായിരുന്നു ആദ്യം വന്നിരുന്ന ഡയറക്ഷൻ. ആ ഡയറക്ഷനും ഇത് ഫൈനലി എമേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ പോകുന്ന ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡീവിയേഷൻ. സോ ഫൈനലി ഇത് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഇതായിരുന്നു ഇതിന്റെ ഇനീഷ്യൽ ഡയറക്ഷൻ. സോ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡീവിയേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയും. മനസ്സിലാകും? അപ്പൊ റിഫ്ലക്ഷന്റെ കേസിൽ നമ്മൾ സാധാരണ ജോമെട്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് I ആണ്, ഇത് Y ആണ്. സോ ദിസ് ടോട്ടൽ ആംഗിൾ ബിക്കം 2I അല്ലെ. സോ ഈ ഒരു ആംഗിൾ നമുക്ക് വേണമെങ്കിൽ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു 180 മൈനസ് 2I. 3 ഡിഗ്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ 2π മൈനസ് 2I റേഡിയൻസ്. ക്ലിയർ ആയോ? അപ്പൊ ഡീവിയേഷൻ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് ഇൻ കേസ് ഓഫ് റിഫ്ലക്ഷൻ. ഇനി റിഫ്ലക്ഷൻ ആയിക്കോട്ടെ റിഫ്രാക്ഷൻ ആയിക്കോട്ടെ, ബേസിക്കലി ഇങ്ങനെ ആലോചിക്കുക. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യലി റേ വരുന്ന ഡയറക്ഷനും ഫൈനലി ആ റേ പോകുന്ന അല്ലെങ്കിൽ എമേർജ് ചെയ്യുന്ന ഡയറക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി എന്നുള്ളതാണ്. സോ I is equal to 30 ഡിഗ്രി ആണെങ്കിൽ ഡെൽറ്റ will be equal to 180 minus 2 into 30 or 180 minus 60, that is equal to 120 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് റിഫ്ലക്ഷന്റെ പ്രോബ്ലംസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. മിറേഴ്സിന്റെ അതുപോലെ റിഫ്ലക്ഷന്റെ. പിന്നെ അതിൽ കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ ഹോം അസൈൻമെന്റ് സെക്ഷൻസിലുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ലെക്ചറിൽ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്ത പോലെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്തായാലും പഠിക്കുന്നതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഹോം അസൈൻമെന്റ്സിൽ കാണുകയാണെങ്കിൽ അത് ചെയ്ത് നോക്കാം. ക്ലിയർ? അപ്പൊ അടുത്ത ലെക്ചറിൽ നമുക്ക് റിഫ്രാക്ഷനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. റിഫ്രാക്ഷൻ എന്താണ്, അതിന്റെ ലോസ് എന്താണ്, പിന്നെ റിഫ്രാക്ഷനെ വെച്ച് വരുന്ന കുറച്ച് ഫിനോമിനാസും കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കണം. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.